ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്ററിലെ കനുപ്രയിലെ ദൂസര ഗീതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊപ്പം ടെക്സ്റ്റും ഞാൻ പറയുന്ന വേർഡ്സ് മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരു വേർഡ്സ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ എക്സാം ആവുന്ന വരെ കാത്തിരിക്കാതെ നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പം നമുക്ക് നേരെ കവിതയിലേക്ക് കിടക്കാം. കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയമാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് കേട്ടോ. അവരുടെ ഒരു പ്രണയമാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഈ ഒരു കവിത നമുക്ക് സൈലന്റ് ലവ് എന്നൊക്കെ പറയില്ലേ, സൈലന്റ് ലവ് എന്നൊക്കെ നമുക്ക് ഈ കവിതയെ പറയാം. ഓക്കെ, ഈ ഒരു കവിതയിലെ കൃഷ്ണന്റെ പേര്, കൃഷ്ണൻ എന്ന വാക്കൊന്നും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്. അതായത് ഒരുപാട് സൂചകങ്ങൾ ഈ ഒരു കവിതയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃഷ്ണനെയാണ് രാധ പ്രണയിക്കുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യുക. കവിതയിലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എക്സാം ആകുമ്പോൾ റിവിഷനും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി ഞാൻ ഈ ഒരു റിവിഷൻ ബേസ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ലൈൻ ബൈ ലൈൻ നോക്കാം. യഹ് ജോ അകസ്മാത്, അതായത് ഇത് വളരെ പെട്ടെന്നുണ്ടായതാണ്. ഇവിടെ അകസ്മാത് പറഞ്ഞാൽ പെട്ടെന്ന്. യഹ് ജോ അകസ്മാത്, ഇത് വളരെ പെട്ടെന്നുണ്ടായതാണ്. നെക്സ്റ്റ്, ആജ് മേരെ ജിസം കി സിതാർ കെ ഏക് ഏക് താർ മേ തും ജാക്കർ ഉഡേ ഹോ, അതായത് എന്റെ ശരീരത്തിലെ സിത്താർ എന്ന് പറഞ്ഞാല് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ജിസം എന്ന് പറഞ്ഞാൽ ശരീരം, ജിസം എന്ന് പറഞ്ഞാൽ ശരീരം. ഇന്നെന്റെ ശരീരത്തിലെ സിത്താർ കെ ഏക് ഏക് താർ എന്ന് പറഞ്ഞാല് ഓരോ സ്ട്രിങ്ങും മേം തും ഇതാക്കറുടെ, അതായത് എന്റെ ഉള്ളിലെ ഓരോ സ്ട്രിങ്ങുകളും മണിനാദം ഉയർത്തുകയാണ് ചെയ്തത്. സച്ച് ബദാന മേരെ സ്വർണിം സംഗീത് തും കബ് സെ മുജ്മേം ചിപ്പേ രഹേ ഹെദേ, അതായത് സച്ച് ബദാന മേരെ സ്വർണിം സംഗീത്, അതായത് ഇതെന്റെ സത്യം പറഞ്ഞാല് ഇതെന്റെ സ്വർണിമ സംഗീതമാണ്. സച്ച് ബദാനെ മേരെ സ്വർണിം സംഗീത് തും കബ് മേ മുജേ സേ ചിപ്പേ രഹേ ദേ, അതായത് നീ എപ്പോൾ മുതലാണോ എന്റെ ഉള്ളിൽ മിണ്ടാതെ ഒളിച്ചിരുന്നത്, നീ എപ്പോഴാണോ എന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന് ഉറങ്ങാൻ തുടങ്ങിയത്, അപ്പോഴാണ് സ്വർണിമ സംഗീതം ആയത്. ഓക്കെ, അപ്പോഴാണ് സ്വർണിമ സംഗീതം ഉയർന്നത്. സുനേ മേ അക്സർ അപ്പനെ സാരേ ശരീർ മേ പേർ പേർ കെ അവഗുണൻ മേ ടാങ് കർ തുമ്ഹാരെ സാമാൻ ഗയി. നോക്കൂ, സുനേ എന്ന് പറഞ്ഞ എന്താണ്? കേൾക്കൂ മേ, ഞാൻ പലപ്പോഴും മുഴുവനായിട്ടും മറച്ചുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുത്ത് വന്നിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മുജേ തുംസെ കിതനി ലജ്ജ ആതിഥി, അതായത് എന്തുകൊണ്ടാണ്? കാരണം എനിക്ക് അടുത്ത് വരുമ്പോൾ നാണമാവുകയാണ്. അതുകൊണ്ട് ഞാൻ മുഴുവനും ശരീരം മൊത്തം പൊതച്ചാണ് വന്നിരുന്നത്. മേനെ ആസ്കർ അപ്പനെ ഗദനെ ലിയേ മേ ആപ് ലജ്ജാ സേ ആരഥു മുഹ് ചിപ്ലിയ ഹേ, അതായത് ഞാൻ പലപ്പോഴും എൻ്റെ കൈകൾ കൊണ്ട്, അതായത് എൻ്റെ തുടുത്ത മുഖം, അതായത് ആരഥു എന്ന് പറഞ്ഞാല് തുടുത്ത മുഖം കൈ കൊണ്ട് മറച്ചു പിടിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ നാണം കൊണ്ട് ഞാൻ തുടുത്ത മുഖം കൈകൾ കൊണ്ട് മറച്ച് വന്നിട്ടുണ്ട്. ആരഥു എന്ന് പറഞ്ഞാല് മുഖം ബ്ലഷ് ചെയ്യുക, നാണായിട്ട് മുഖം ബ്ലഷ് ചെയ്യുക. മുജേ തുംസെ കിതനി ലജ്ജ ആത്തി ഹോ, എനിക്ക് താങ്കളെ കാണുമ്പോൾ ഒരുപാട് നാണം വരാറുണ്ട് എന്ന് പറയുന്നു. മേം അക്സർ തുംസെ കേവൽ തം കെ പ്രധാൻ പരേദാൻ മേ മിലി ജഹാം ഹാത്ത് കെ ഹാത്ത് നെഹി സൂജിത് ദ, അതായത് ഞാൻ താങ്കളെ കാണാൻ വരുമ്പോൾ ഒരു കറുത്ത മറയുടെ പിന്നിൽ നിന്നാണ് താങ്കളെ കണ്ടിരുന്നത്. അതായത് താങ്കളുടെ പിന്നിൽ നിന്നാണ് ഒരു കറുത്ത മറയുടെ, നാണം കൊണ്ടാണ് ഒരു കറുത്ത മറയുടെ പിന്നിൽ ഒളിച്ചിരുന്നാണ് താങ്കളെ കണ്ടിരുന്നത്. ജഹാം ഹാത്ത് മേ ഹാത്ത് നെഹി സൂജിത ദ, അതായത് കൈയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര ഇരുട്ടാണ്, നാണം കൊണ്ടാണ് കേട്ടോ ഒരു ഇത് വരുന്നത്. ജെ തുംസെ കിതനി ലജ്ജ ആത്തിഥി, അതേ സെയിം സെക്കൻഡ് ലാസ്റ്റ് നമ്മൾ വായിച്ച അതേ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. മുജേ തുംസെ കിതനി ലാജ് ആതിഥി, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നാണം വരികയാണ് ചെയ്യുന്നത്. ഇത്രയും ലൈൻസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ലൈൻസ് നോക്കാം. പർ ഹായ് മുജേ ക്യാ മാലൂം ദാ, അതായത് ഹായ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കഷ്ടം, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. കേസ് വാൽ ജബ് അപ്പനെ കെ
अपने की चिपा के लिए मेरे पास कोई आवरण नहीं रहा. तुम मेरे जिस्म की एक एक तारे से आकर आठे दे. पास हाയ് मुझे क्या मालूम था. കഷ്ടം, എനിക്കറിയില്ലായിരുന്നു. എന്താണ് അറിയാതിരുന്നത്? ആ സമയം എനിക്ക് എന്നെ മറയ്ക്കാൻ എനിക്ക് യാതൊരു ആവരണം പറഞ്ഞ മറ ഇല്ലായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണന്റെ മുന്നിൽ നിന്ന് എന്നെ മറയ്ക്കാൻ എനിക്ക് യാതൊരു ആവരണവും ഇല്ല എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? മേരെ ജിസ്മേ ഏക് ഏക് താർ സേ ജങ്കാർ ഉഠേംഗെ. അതായത് താങ്കൾ എൻ്റെ ശരീരത്തിലെ ഓരോ സ്ട്രിങ്ങിലെയും സ്വർണിമ സംഗീതം മുഴക്കുകയാണ്. സുനെ സച്ച് ബദാനെ മേം സ്വർണിം സംഗീത. സത്യമായിട്ടും അതൊരു സ്വർണിമ സംഗീതമാണ്. ഇസ് ക്ഷൺ കി പ്രതീക്ഷ മേ തും കബ് സെ മുജെ സെ ചിപ്പേദാ രഹേദേ. അതായത് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഒരു സമയം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ ആരുറങ്ങിക്കിടക്കുകയാണ്? കൃഷ്ണൻ മിണ്ടാതെ കിടന്ന് ഉറങ്ങുക. രാധയുടെ ഉള്ളിൽ ആരാണ്? കൃഷ്ണൻ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ലൈൻസിലൂടെ പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയത്തിൽ, ഈ ഒരു കവിതയിലെ മെയിനായിട്ടും രാധയുടെയും കൃഷ്ണന്റെ ഒരു പ്രണയത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇതിൽ ലൈൻസ് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയൂ കേട്ടോ. ഓക്കെ, കുറച്ച് ലൈൻസ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് നിന്ന് വരാറുണ്ട്. നിങ്ങൾ അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക. പാസ് ഹായ് മുझे क्या मालूम था कि इस केवल जब अपने की छिपा के लिए മേരെ പാസ്. ഈ ഒരു ലൈൻസ് തന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു പോയം നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. ഈ ഒരു വേർഡ്സ് ആദ്യം നോട്ട് ചെയ്ത് വെക്കാട്ടോ. നിങ്ങൾക്ക് ഒപ്പം മലയാളം വേർഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് എക്സാമിന് ഒന്ന് നിങ്ങളുടേതായ രീതിയിലൊന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നോട്ട്സ് വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഒരു ഐഡിയ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.